Hi all, welcome to Competitive Cracker. എൻ്റെ പേര് റബീഹത്ത്. അപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ എക്സാം ഫെബ്രുവരി മാസത്തിൽ നടക്കാനായിട്ട് പോവാണ് അല്ലേ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എക്സാമിനായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു റിവിഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ട ദിവസങ്ങളാണ്. അതായത് കൃത്യമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഒക്കെ കവർ ചെയ്തും കൊണ്ട് നമുക്ക് പഠിച്ചു പോകേണ്ട ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും അതുപോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ടേബിൾ, ഒരു 30 ഡേയ്സിൻ്റെ ടൈം ടേബിൾ കാര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ ഫോളോ ചെയ്ത് പോകേണ്ടത് എന്നുള്ള ഒരു ചെറിയ ഒരു സെഷൻ കാണിക്കാനായിട്ടാണ്. കൃത്യമായിട്ട് ഓരോ ദിവസവും പഠിക്കേണ്ടത് ഏതൊക്കെ ഏരിയാസ് ആണ്, ഒരു 30 ഡേയ്സിൻ്റെ റിവിഷൻ പ്ലാൻ ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെ ഏരിയാസ് ആണ്, റിവിഷൻ ഏത് ദിവസമാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഡേ 1 നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾസിൻ്റെ ഭാഗം നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, ആർട്ടിക്കിൾസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ടാഗ്, ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് അവിടെ പഠിച്ചു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഡേ 1 കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ്, ഓരോ സ്റ്റേറ്റിലും പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് ഉണ്ട് അല്ലേ, അതിൽ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാൻസ് ഫോംസ് ഏതൊക്കെയാണ് എന്നുള്ളത് അവിടെ പഠിച്ചു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫിലോസഫിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡേ 1 നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവേണ്ട ഏരിയാസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നാമത്തെ ദിവസം നിങ്ങൾ ഇനിയുള്ള ഈ ഒരു 30 ഡേയ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഡേ 2 നമ്മൾ വരുന്ന സമയത്ത് അവിടെ നമുക്ക് നോക്കാനുള്ളത് പ്രപ്പോസിഷൻ നോക്കാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്ന് ഫോം ചെയ്തു, എന്താണ് പർപ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഓരോ ഹെഡിലിരിക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ പഠിച്ചു പോവാം. ഓക്കെ, അത് കഴിഞ്ഞ് ഈ പറയുന്ന ഡേ 2 തന്നെ പഠിക്കാനുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ഫിലോസഫി ആണ്. ഈസ്റ്റ് ആൻഡ് വെസ്റ്റിലേക്ക് സ്കൂൾ ഓഫ് ഫിലോസഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡേ 2 പഠിച്ചു പോകാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഡേ 3 നമ്മൾ വരുന്ന സമയത്ത് യൂസേജ് 1 and 2 കുറിച്ചാണ് ഡേ 3 നമുക്ക് പഠിച്ചു പോകാനായിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡേ 3 പഠിച്ചു പോവാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പറയുന്ന എമിനന്റ് തിങ്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട തിങ്കേഴ്സ് ആരൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യമൊന്നും അവിടെ ഡേ 3 നിങ്ങൾ നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ 3 ദിവസം നിങ്ങൾ പഠിച്ചു പോവേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് തീർന്നില്ല, 4ാമത്തെ ദിവസത്തിലോട്ടും 5ാമത്തെ ദിവസത്തിലോട്ടും നമ്മൾ പോകുന്ന സമയത്ത് ഡേ 4 നിങ്ങൾ ഈ പറയുന്ന ഫ്രേസൽ വേർബ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും വാല്യൂ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ഡേ 4 ഇതെല്ലാം നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്ന ഏരിയാസ് ആണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ആദ്യത്തെ ദിവസങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയാസ് പഠിച്ചുകൊണ്ട് തന്നെ പോവാം. ഓക്കെ, അത് കഴിഞ്ഞ് ഡേ 5 നമ്മൾ വരുന്ന സമയത്ത് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നോക്കാനുണ്ട്. കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യാവശ്യം വലിയൊരു ഏരിയ ആണല്ലേ കേരള റിനൈസൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ നവോത്ഥാന നായകന്മാർ അവർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, അവരുടെ ഓർഗനൈസേഷൻസ് കാര്യങ്ങൾ, അത് ഫൗണ്ട് ചെയ്ത വർഷങ്ങൾ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് അവിടെ നോക്കി പോകാൻ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന യൂണിറ്റ് 4 മൊഡ്യൂൾ 1 റിവിഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന 5ാമത്തെ ദിവസം നമുക്ക് നോക്കി പോകാനായിട്ട് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് 6ാമത്തെ ദിവസത്തിലോട്ട് നമ്മൾ കടക്കുന്ന സമയത്ത് ഇവിടെ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും കേരള റിവോൾട്ടുമാണ് നമുക്ക് പഠിച്ചു പോകാനായിട്ടുള്ളത്. കേരളത്തിലെ പ്രധാനപ്പെട്ട റിവോൾട്ടുകളും കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് 7ാമത്തെ ഡേയിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഐടിയും ടെൻസുകളും കാര്യങ്ങളാണ് 7ാമത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് നമ്മൾ ഒരാഴ്ച നമ്മൾ പഠിച്ചു പോവേണ്ട, കൃത്യമായിട്ട് ഓരോ ദിവസവും നമ്മൾ പഠിച്ചു പോവേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 8ാമത്തെ ദിവസത്തിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് അവിടെ എന്താണ്, അവിടെ നമുക്ക് റിവിഷൻ ഡേ ആയിട്ടാണ് വരുന്നത്. കൃത്യമായിട്ട് പഠിച്ചു പോവുക എന്നതിലുപരി എന്താണ്, പഠിച്ച കാര്യങ്ങൾ ഓരോ ഇടവേളകളിലും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം എന്ന് പറയുന്നത്. ഒരുപാട് പഠിച്ചു പോവുക എന്നതിന് പകരമായിട്ട് എന്താ, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പഠിച്ചു പോകുന്ന സമയത്തും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ
റിവിഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പഠിച്ചത് അവിടെ കിടക്കുന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഓരോ ഗ്യാപ്പിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന റിവിഷന് വേണ്ടിയിട്ട് ഒരു ദിവസം റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ റിവിഷൻ പ്രോപ്പറായിട്ട് തന്നെ നടത്തി കൊണ്ടുപോകണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസത്തെയും ടൈം ടേബിൾ കാര്യങ്ങൾ വരുന്നത്. ഇതനുസരിച്ചും കൊണ്ടുള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലാണെങ്കിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ദിവസം ഇനിയുള്ള ഓരോ 30 ഡേയ്സ് വരെ നിങ്ങൾ എങ്ങനെയാണ് ഓരോ ഭാഗങ്ങളും പഠിച്ചു പോവേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ 7 ദിവസം കഴിയും 8ാമത്തെ ദിവസം നമുക്ക് എന്താണ് കൃത്യമായിട്ടുള്ള റിവിഷന് കാര്യങ്ങൾ, അതായത് ടോപ്പിക്കുകളുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ചുകൊണ്ട് പ്രയോറിറ്റി അനുസരിച്ചുകൊണ്ട് നമുക്ക് പഠിച്ചു പോവേണ്ടതായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തില് പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോച്ചിങ് തന്നെയാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ ദിവസവും പഠിച്ചു പോകേണ്ട ഏറ്റവും പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ട ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 30 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള എന്താണ് ലൈവ് ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു കോഴ്സിലൂടെ. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഗൈഡൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം വീക്കിലി ഉള്ള ടെസ്റ്റുകൾ, ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ ഈ പറയുന്ന വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയാണ് ഇനി ഒന്നുകൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, എവിടെയാണ് എൻ്റെ വീക്ക് പോയിന്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഈ പറയുന്ന വീക്കിലി മോഡൽ എക്സാമുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന PYQ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാന ഏരിയ ആണ്. എങ്ങനെയാണ് എക്സാമിന്റെ ട്രെൻഡ് വരുന്നത്, ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, ആ ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചു പോവുക എന്നുള്ളത് നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കൃത്യമായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും അവിടെ നടത്തുന്നതാണ്. അത്തരത്തിൽ എല്ലാ ഡെയിലിയുള്ള വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം അടങ്ങുന്നതാണ് ഈ ഒരു 30 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2026 ഈ പറയുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ കോഴ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ ദിവസവും പോകുന്നത്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ പറയുന്ന റിവിഷനും കാര്യങ്ങളൊക്കെ നൽകുന്ന, അതുപോലെ തന്നെ ഈ പറയുന്ന വീക്കിലി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള അടങ്ങുന്ന ഒരു ബാച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലോ അതല്ലെങ്കിൽ താഴെ നമ്മൾ ഫോം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതിൽ നിങ്ങളുടെ ക്വറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു ഏരിയ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്